അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് പറ്റൊരു നേരം വൈകിയ ദിവസമാണ് നിങ്ങളോട് പറയാന്. നേരം വൈകിയെന്ന് പറഞ്ഞാലും ഒളിച്ചിക്കണ്. നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെ കാട്ടണ്ടി എന്തൊക്കെ ചെയ്യേണ്ടിന്ന് അറിയാത്തൊരു ഈ ഒരു നേരത്തുണ്ടല്ലോ നമ്മൾ അടുപ്പത്തേക്ക് അങ്ങാണ്ട് വരാൻ നേരം വെക്കുക. ഇതന്നെയാണ് അവസ്ഥ. അപ്പൊ ഞാനിപ്പോ ഇന്നിങ്ങനെ കണ്ടുപിടിച്ചതാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചായക്കടി ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, തിന്നാനും രസമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ആണെങ്കിൽ ഒരുപാട് പാത്രം നിരക്കേ ഒന്നും ഇല്ലാനോ ഇനിയിപ്പോ ഇതിക്ക് ഒരു ചാറും കൂട്ടാനും ഇല്ല വിചാരിച്ചാണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ഇത് തിന്നും ചെയ്യാം. പിന്നെ ഇനിയിപ്പോ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ തൃപ്തിയാണ് ഒരു കടിയും കൂടിയാണ് കേട്ടാ. അപ്പൊ ദാ അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. പക്ഷെ നമുക്ക് ഓട്ടട ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു ടെൻഷനും വേണ്ട, നല്ല എളുപ്പമാണ്, വേഗം ഉണ്ടാക്കുക, ഒക്കെ ശരിയാണ്. എന്നാലും നമുക്ക് ഇതിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് കറക്റ്റിനാവണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ വിചാരിച്ചിട്ടുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചായക്കടി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ദാ ഞാൻ 1.5 കപ്പ് അരി, 1.5 കപ്പ് അരി എന്ന് പറയാണ് സാധാരണ പച്ചരിയാണ് കേട്ടോ. നമുക്ക് പീടിയെന്ന് വാങ്ങുന്നതായാലും ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായാലും ഒന്നും ഇതിനൊരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പച്ചരി 1.5 കപ്പ് പച്ചരി നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയതിൻ്റെ ശേഷം മാത്രം രാത്രിയിൽ വെള്ളത്തിലിട്ട് നനച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ രാത്രിയിൽ നമ്മൾ വെള്ളത്തിട്ട് വെച്ചാൽ രാവിലെ അരച്ചിടുമ്പോൾ പിന്നെ കുതിരാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനേ ഒരു 1.5 കപ്പ് അരി എടുത്തുകൊണ്ട് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ആദ്യം നല്ല 1-2 വട്ടമൊക്കെ കഴുകിയിട്ട് വേണം വെള്ളത്തിടുക. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ആയിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളടുത്ത് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കുക. നമ്മൾ സാധാരണ ചായ എടുക്കണ ഗ്ലാസ് എടുത്താലും ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരി എടുക്കണേ അതിനനുസരിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് നമ്മളടുത്ത് 4 ഗ്ലാസ് ആണെങ്കിൽ 1.5 നായി അരി എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ചോറും കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഈ അരി നമ്മൾ സാധാരണ ഓട്ടടക്കം ഉണ്ടാക്കുമ്പോൾ അരി കഴുകിയാണ്ട് നേരെ മിക്സിയിൽ ജാറൊക്കെ ഇട്ട് കൊടുക്കലല്ലേ. പക്ഷെ ഇതങ്ങനെ പറ്റൂല കേട്ടോ. ഇത് നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഉണങ്ങിയ പോലെ ആവണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകി വാരി മിക്സിയിൽ ജാറിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഇതിനകത്തൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പിക്ക് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വാരി വെക്കട്ടോ. എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ചോറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നമ്മൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പിൻ്റെ അതേ അളവിൽ ഇതേമാതിരി ചെയ്യാം കേട്ടോ. ഗ്ലാസ്സിലാണെങ്കിൽ 1.5 ഗ്ലാസ് അരിക്ക് 1/2 കപ്പ് ചോറ്, അതാണ് കേട്ടോ കണക്ക്. പിന്നെ അതുപോലെ തന്നെ വെള്ളം നല്ലോണം ശ്രദ്ധിക്കണം. വെള്ളം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ആ ഒരു പെർഫെക്റ്റ് കിട്ടൂല കേട്ടോ. അപ്പം ഞാനിതാ 1.5 കപ്പ് അരിയും 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് ഇരിക്കുക. ഇനി ഇത് നല്ല തിക്കാണെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആ ഒരു തിക്കായിട്ട് തന്നെ നല്ലോണം അങ്ങോട്ട് അരിഞ്ഞോട്ടെ. നല്ലോണം അരച്ചിട്ടെടുക്കട്ടോ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വിരലോടും തോണ്ടി കാണിച്ചുതരാം. നല്ലോണം ഒരു തരി പോലും ഇല്ല, നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്ററാണ്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറ് ചുഴറ്റി ഒഴിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. ഞാൻ നോക്കിയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്തേക്കാണ്. കാരണം നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ഭാഗമൊക്കെ മിക്സിൻ്റെ ജാറിലുണ്ടാവും. അതങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചുഴറ്റി എടുക്കാനും പറ്റൂല. നമ്മൾ ഓട്ടയുടെ ദോശയൊക്കെ ചൂടുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊക്കെ കഴുകിയെടുക്കാം. പക്ഷെ ഞാൻ കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് ഒരു ലേശം പോലും മിക്സിൻ്റെ ജാറിൽ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഇളക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ആ അരിയും ചോറും വെള്ളം കൂടി അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നല്ലോണം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുക. നല്ലോണം നമ്മൾ പപ്പടം പൊള്ളാനും കൂടി അത്ര എളുപ്പമുണ്ടാവും തോന്നുന്നില്ല. പിന്നെ എണ്ണൊന്നും കുടിക്കണമില്ലല്ലോ. അപ്പോൾ ഞാനൊരു മുക്കാ കയ്യിൽ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ ഇനിയിപ്പോൾ വെള്ളം കറക്റ്റ് ആകുക. അതുപോലെ തന്നെ 1.5 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചോറ് എന്ന രീതിയിലും ചെയ്യാം. എന്നല്ലാതെ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറ് ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് വിചാരിച്ച് പെർഫെക്റ്റ്
ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ അത് നല്ലോണം കറക്റ്റ് അളവാകുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കണ്ട കേട്ടോ. നല്ല എളുപ്പമാണ്, എന്തൊരു എളുപ്പമാണെന്നറിയോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും ഇടേണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചെടുത്താൽ 1 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലോണം അടിയിൽ നിന്ന് പൊങ്ങിതാ ഇതുപോലെ പൊള്ളച്ച് വരും കേട്ടോ. അങ്ങനത്തെ കുറച്ച് സമയം ഇങ്ങനെ നിന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ 1 മിനിറ്റ് മറ്റേ ഭാഗം ചിക്കനും ബീഫിനും ഒക്കെ തോൽക്കണ രീതിയിലുള്ള ഒരു അടിപൊളി കറിയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കറി തന്നെ ഉണ്ടാക്കുള്ളൂ. ചിക്കനും ബീഫൊക്കെ എന്തിനെന്ന് ചിന്തിച്ചു പോകും. അത്രക്കും ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. എന്നാൽ നമുക്ക് നല്ല അടിപൊളി കറിയാവും കടിയാവും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ഇനിയിപ്പോൾ ഏതായാലും ഉള്ളി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഉള്ളി വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഉള്ളി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കറി ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ മക്കളെ നല്ല അടിപൊളി കറിയാണ്. ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു ചട്ടിക്ക് ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനിലും ബീഫിലൊക്കെ ഇടുന്ന ബേ ലീഫ്, ഒരു 2 ഗ്രാമ്പ്, ഒരു ചെറിയൊരു കറാമ്പട്ട, അതുപോലെ തന്നെ 2 ഏലക്ക എല്ലാം ഇട്ടൊന്ന് നല്ലോണം മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ചെറിയ ഉള്ളിൻ്റെയല്ലോ അത് കട്ട് ചെയ്തിട്ടുണ്ടോ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് എടുക്കണേ ഒരു കറിക്ക്. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു നമ്മളൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, ഈ ഒരു സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്കായി കിടന്നുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്നതാണല്ലോ ആ ഒരു എന്താണ് ബേ ലീഫും ഗരം മസാലയും ഒക്കെ. ഗരം മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാല അല്ല കേട്ടോ, എന്താണ് ഇത് എന്താ പറയുക, എന്തെങ്കിലും ആവട്ടെ, ഏതെല്ലാം ആ കോലും പൂവൊക്കെ അതൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുകയാണ്. ആ ഒരു മണം നല്ല സ്മെല്ലാണ് കേട്ടോ. ഒരുപാട് ഒന്നും ഇട്ടെടുക്കണ്ട, കുറച്ച് മാത്രം മതി. അപ്പം ഈ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബേ ലീഫ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം എപ്പോഴും നമ്മുടെ വീട്ടിൽ ബേ ലീഫൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളടുത്ത് ഏലക്കായി അതുപോലെ തന്നെ ഈ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, കറാമ്പട്ട, അതൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, ഒരുപാട് വേണ്ട. അപ്പോൾ ഞാൻ ആ ഉള്ളി നല്ലോണം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട്, മൂക്കെല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തീ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ 2 തക്കാളി ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഈ ഒരു തക്കാളി നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തക്കാളി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ എടുത്ത് ഒഴിവാക്കണം കേട്ടോ. ചിലവരോട് ചോദിക്കാറുണ്ട് എന്തിനാ മൈമ അതൊക്കെ ഒഴിവാക്കണതിനൊന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ നമ്മൾ ഒരിക്കൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ വെച്ചാൽ അതൊരു വേറൊരു ഇതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തോണ്ട് ഒഴിവാക്കുകയാണ്. ഒഴിവാക്കാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കണ്ട, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ അടിച്ച് നല്ല കളറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളി ജ്യൂസ് അടിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് വേവിക്കാതിരിക്കണ്ട. തക്കാളിൻ്റെ ആ വേവിന് ജ്യൂസ് അടിക്കല്ല. ഇനിയിപ്പോൾ നല്ലോണം വെള്ളം പോലെ ആണെങ്കിലും തക്കാളിക്കുള്ള ഒരു വേവ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഇതിനുണ്ടാവും, ഈ ഒരു ജ്യൂസിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഹൈ ഫ്ലെയിമിൽ കാക്കിയിട്ട് നല്ലോണം ഈ ഒരു സവാളയും കൂട്ടിയിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച, ഇതിൻ്റെ ഒരു വെള്ളത്തിന് അംശമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളയുക. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് ആണ് വരെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളി, എങ്കിൽ പെട്ടെന്നാവുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു നോമ്പൊക്കെ വരുമ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണം കുഴക്കൊക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു വേനൽക്കാലമാണല്ലോ, മഴക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല. അത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കറീൻ്റെ ഒക്കെ നമുക്ക് ആവശ്യം. പിന്നെന്താ വെച്ചാൽ നമുക്കിത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എന്താ നമ്മൾ നൈസ് പത്തിരിക്കും ഒക്കെ നല്ലൊരു കോംബോ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ സവാള ഇതൊക്കെ വഴറ്റിയാണ് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി മുമ്പിലാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ നോമ്പ് തുറയൊക്കെ ഉണ്ടാകുമ്പോൾ ചില വീട്ടിലുള്ള വിരുന്ന് വരുന്ന ആളുകൾക്കൊന്നും ഗസ്റ്റിനൊന്നും ചിക്കൻ കറി ബീഫ് കറി ഒന്നും പറ്റൂല, ഫിഷ് കറി ഒന്നും പറ്റൂല. അപ്പോൾ ഓല മുന്നിക്കൊക്കെ അവർക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറിയും കൂടിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്താൽ കേട്ടോ. എന്നാൽ പിന്നെന്താ വെച്ചാൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തും. നിങ്ങളെ ലൈക്കും നിങ്ങളെ സപ്പോർട്ടൊക്കെയാണ് നമ്മളെ വിജയം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇത്തരം നല്ല കറികളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, നല്ല വീഡിയോ ആയിരുന്നു, ഞാൻ ട്രൈ ചെയ്തു, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്.
അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു 1/4 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് കിട്ടിയത്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ചിക്കൻ മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ മസാല നിർബന്ധമില്ല, പക്ഷെ ചിക്കൻ മസാല ഒന്ന് ഇട്ടിട്ട് ഇത് കണ്ട് വെച്ച് നോക്കേണ്ടി മക്കളെ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ലേശം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. ഇനി മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ മുളക് പൊടി ഭയങ്കര നല്ല എരിവുള്ള മുളകാണ്. നമ്മൾ മുളക് പൊടിച്ചിട്ട് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എടുക്കുമ്പോൾ മുളകിന് എരിവൊക്കെ പോകും പൊടിക്ക്. പക്ഷേ ഇതിപ്പോൾ നല്ല ചൂടുള്ള മുളകാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ നോമ്പുങ്ങൾക്ക് പൊടിപ്പിച്ച മുളകായതുകൊണ്ട് തന്നെ നല്ലതുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ കടല വേവിക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വയറ്റിൽ കഴിഞ്ഞതിന് ശേഷം കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്താ അപ്പോൾ ആദ്യം തന്നെ ഇത് കുക്കറിൽ വയറ്റിക്കൂടായിരുന്നോന്ന്. പക്ഷെ കുക്കറിൽ വയറ്റാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനായാലും നമുക്ക് നല്ലോണം ഇളക്കാനും എല്ലാത്തിനും പറ്റൽ ഇതുപോലുള്ളൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുക്കർ എടുക്കാത്തത്. ചിലപ്പോഴൊക്കെ ഞാൻ കുക്കറിൽ തന്നെ വയറ്റലും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ കുക്കർക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പച്ചപ്പട്ടാണി ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മണിക്കടല ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലേശം ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഒരു സവാള വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ഉപ്പ് തന്നെ മതി കേട്ടോ നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളം ഈ കടലും വെള്ളം ഒരുപോലെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളത്തിൻ്റെ കണക്ക്. അപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധം ഒരുപോലെ ആയിട്ടുണ്ടല്ലോ. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ ഉപ്പ് ഞാൻ പിന്നെ ഇടാതെന്താ വെച്ചാൽ, നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെന്തിട്ടൂല. ഉപ്പിട്ട ഏത് സാധനം പെട്ടെന്ന് കല്ലിച്ച് പോവും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഉപ്പിടാത്തത്. അപ്പോൾ ഇനി ലേശം ഉപ്പുണ്ടായാലും നമ്മൾ ആ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇട്ടതുണ്ടല്ലോ, അത് മതി കേട്ടോ ഈ ഒരു കടലയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഇടണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ലേശം ഉപ്പിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് കറിയാണല്ലോ, പിന്നെ ഇട്ട് കൊടുക്കുക, ഒരു കുഴപ്പം വരില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ഏറിപ്പോയാലാണ് ബുദ്ധിമുട്ട്. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രഷർ ഇതൊക്കെ കുക്കർ പ്രഷർ അടിച്ചിട്ടുണ്ട്. പ്രഷറിലാട്ടോ വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 2 വിസിലടിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമൊക്കെ മാറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഇതൊന്ന് ഇങ്ങനെ നിൽക്കട്ടെ കേട്ടോ. നല്ലോണം ചൂന്നും ചൊല്ലിയിട്ട് വിസിലിട്ട് അടിക്കൂല രീതിയിലാണ് കേട്ടോ ചെയ്യണത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു കുക്കർ അപ്പുറത്തെ അടുപ്പൊക്കെ മാറ്റിയിട്ട് ഈ ഒരു അടുപ്പിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തേങ്ങ വറുക്കണം. കാരണം കുക്കറിൽ ആ ഒരു കടല വേവാൻ സമയം 2-3 മിനിറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെന്താലും നമുക്ക് കുറച്ചും കൂടെ സമയം ആ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വീട്ടിൽ ഒന്നും കൂടി കൂട്ടിയിട്ടാൽ അപ്പോൾ ആ കുക്കറിലോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തെ പ്രഷറൊക്കെ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കണമൊന്നുമില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര നേരമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രഷറിൻ്റെ വിസിലിൻ്റെ മേലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ആ വിസിൽ ഊരാൻ നോക്കും, ആ പ്രഷറൊക്കെ കളയാൻ നോക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ നമ്മളെ ചാറിന് ആ ഒരു എന്ത് തന്നെയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗ്യാസ് ലാഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ ആ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മുഴുമുഴുപ്പ് കിട്ടാനും ശരിക്കും നല്ലോണം വെന്ത് കിട്ടാനും ഒക്കെ നല്ലത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിടുക. പക്ഷെ അവിടുന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാം. എന്താ വെച്ചാൽ ആകെ 2 വിസിലോ 1 വിസിലോ അടിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ അങ്ങനെ കുറച്ച് സമയമൊന്നും പ്രഷറിൽ കിടന്നാൽ തന്നെ നല്ലോണം വേവ് കേട്ടോ. അപ്പം ഞാൻ അതോടെ കിടക്കട്ടെ. ആ ഒരു ടൈമിൽ ഞാൻ തേങ്ങ വറുക്കുകയാണ്. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചിലവർ വെളിച്ചെണ്ണ ഒഴിക്കും. നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട്, എന്താ അപ്പം ഈ തേങ്ങ ഒക്കെ വറുക്കുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചട്ടിന്ന് മാത്രമല്ല, ഒരു അൽമണി ചട്ടി ആണെങ്കിലും ഞാൻ ഇതൊന്നും ഒഴിക്കില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും അടിയിലൊന്നും പിടിക്കണില്ല. പിന്നെ തേങ്ങ കുറച്ച് ചൂടായപ്പോൾ അതിൽ തന്നെ എണ്ണ ഇറങ്ങി വരും, പിന്നെ കരിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ചീന്തിട്ട് കൊടുത്തിക്കണേ. ലേശം കറിവേപ്പിൻ്റെ ഇട്ടെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് ചേർക്കാം, അതുപോലെ തന്നെ നല്ല ജീരകം വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നല്ല ജീരകവും പെരിഞ്ചീരകം കൂടി ഒരിക്കലും ചേർക്കരുത്. പൊതുവെ ഇത്തരം കറിക്ക് നിങ്ങൾ നല്ല ജീരകം ചേർക്കരുത് കേട്ടോ. നല്ല ജീരകം ചേർക്കാനുള്ള കറി വേറൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ കറിക്ക് വേറെ ടേസ്റ്റായി മാറും. അപ്പോൾ ഞാൻ ആ ഒരു തേങ്ങ ഒരു പ്ലേറ്റ് ഒഴിച്ചിരിക്കണം. എന്തിനാ വെച്ചാൽ
നമ്മൾ ചട്ടിയിൽ തന്നെ വെച്ചാൽ കരിയാൻ സാധ്യത ഉണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പക്ഷെ പ്ലേറ്റിൽ വെച്ചാൽ നേരം പെട്ടെന്ന് ചൂടാറി കിട്ടുമെങ്കിൽ വെക്കാവും. അപ്പം ഞാൻ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇതിലെന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് നോക്കാം. കാരണം നല്ലോണം വന്നിട്ടുണ്ടാവും. പിന്നെ തുറക്കുമ്പോൾ ഇതിൻ്റെ മണം ഇത് വീട്ടിലറിഞ്ഞപ്പോൾ തന്നെ ഈ ഇവിടെ ഭയങ്കര സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കടലൊക്കെ നല്ല പോലെ തന്നെ വെന്ത് അലീസായിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കണം. അത് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉപ്പ് അങ്ങോട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കടല വേവാൻ കുറച്ച് പ്രയാസമാവും. അപ്പോൾ ലേശം ഉപ്പിടുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഒക്കെ പാരുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി തേങ്ങ അരച്ചത് ഒഴിച്ച് കഴിഞ്ഞിട്ടും ലേശം കൂടെ ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. കറിയല്ലേ, ഉപ്പൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഒരുപാട് ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട. ഏതായാലും ഈ ഒരു കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഈ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്തരം ചായക്കടിയൊക്കെ ആകുമ്പം അത്ര അങ്ങോട്ട് തിക്കായിട്ടുള്ള കറി വേണ്ട. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിക്കും എല്ലാത്തിക്കും നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ കറി റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനിത് ഓരോന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഭൂരി ഉണ്ടാക്കുന്ന പോലെയൊന്നുമല്ല. ഇത് ഒഴിച്ചാൽ കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ശരിക്കൊന്ന് വെന്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനുൾഭാഗമൊക്കെ നല്ലോണം വേവണ്ടേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയൊന്ന് കാണണ്ടേ, എല്ലാം ഞാൻ ഇപ്പോൾ മനസ്സിലാവില്ലല്ലോ. ഉൾഭാഗത്ത് നല്ലോണം പൊടിയൊന്നും വേവാതെ ഊറി കിടക്കുന്നുണ്ടോന്നൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ കണ്ടില്ലേ, മാഷാ അല്ലാഹ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുണ്ടില്ലേ, ഉൾഭാഗത്തൊന്നും ഒന്നുമില്ല മക്കളെ. അപ്പോൾ ഇതിൻ്റെ വെള്ളമാണ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചോറ് കൂടാൻ പാടില്ല കേട്ടോ. ചോറ് കൂടാതിരിക്കുക. ചോറ് കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. ഇത് പിന്നെ എണ്ണ കുടിക്കാത്തതിൻ്റെ കാരണം ഇതിൽ ചോറ് 1.5 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് ചോറാണ് ഇട്ടെടുക്കുന്നത്. അളവ് നല്ലോണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലേക്കുള്ള കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു കടലക്കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏത് കറി ഇതിലേക്ക് നല്ലൊരു കോംബോ തന്നെയാണ്. ഇനി തക്കാളി കറിയോ അല്ലെങ്കിൽ ചട്നിയോ മുട്ടക്കറിയോ ബീഫ് ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാനും ഇല്ല കേട്ടോ. അപ്പം ബീഫും ചിക്കനൊക്കെ കറിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അരി വെള്ളത്തിട്ടിട്ട് രാവിലെ ഇങ്ങനെ ഒരു കടി ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും വീട്ടിലെല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കിയാൽ ഒലെന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു കടി നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് കാണട്ടെ. കാരണം രാവിലെയൊക്കെ നമുക്ക് ഭയങ്കര മടിയാണല്ലേ. രാവിലെ ഈ അടുക്കളയ്ക്ക് വരികയെന്ന് വെച്ചാൽ പിന്നെ മടി പോവണത് എന്താ, നമുക്ക് വേറെ ഒരുപാട് ജോലിയുള്ള ാണ്. അപ്പോൾ അങ്ങനെ മടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നല്ലൊരു ഈ കറിയും ഇതുപോലെ ഇനിയിപ്പോൾ ഈ ഒരു കറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏത് കറിയും പറ്റുമെന്ന്. ഏറ്റവും ടേസ്റ്റ് ബീഫ് ചിക്കനുമാണ് കേട്ടോ. അപ്പം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ചപ്പിയിട്ട് പിന്നെ ഒരിക്കലും പൊങ്ങൂലല്ലേ. പക്ഷെ ഇതങ്ങനെ കേട്ടോ. ഇത് നമ്മൾ നെക്കിയാലും അതുപോലെ തന്നെ പൊങ്ങി വരികയാണ്. പെട്ടെന്ന് താഴ്ന്നു പോവുകയോ ഒന്നുമില്ല. ഇനി 2 ദിവസം ഇങ്ങനെ വെച്ചാലും ഇത് താഴ്ന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് രാവിലേക്ക് മാത്രമല്ല, അത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കഴിക്കട്ടോ. അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.